A1 Textiles, Nehru Park, മൂവാറ്റുപുഴ. കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മറപ്പുര വെച്ച് കെട്ടി പ്രതിഷേധിച്ചു. മാസങ്ങളായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോതമംഗലം പട്ടണ നടുവിൽ വളരെയേറെ തിരക്കേറിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷൻ തകർന്ന് കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. മഴക്കാലമായതോടെ ഈ കക്കൂസ് മാലിന്യങ്ങളും വെള്ളത്തോടൊപ്പം കലർന്ന് ബസ് സ്റ്റാൻഡിനുള്ളിലാകെ പരക്കുകയാണ്. ബസ് കയറാൻ വരുന്നവർക്ക് ഈ മാലിന്യത്തിൽ ചവിട്ടിയല്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അസഹ്യമായ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം സമീപത്തെ വ്യാപാരികളും ബസ് കാത്തിരിക്കുന്നവരുമെല്ലാം ദുരിതമനുഭവിക്കുകയാണ്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുമേറി. നൂറുകണക്കിന് ബസ്സുകളും ആയിരക്കണക്കിന് യാത്രക്കാരും ദിവസവും എത്തിച്ചേരുന്ന കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ശോച്യാവസ്ഥ മാസങ്ങൾ പിന്നിട്ടിട്ടും പരിഹരിക്കാത്തത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് ടോയ്ലറ്റ് അടച്ചുപൂട്ടിയതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ് സ്റ്റാൻഡിനകത്തെ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറപ്പുര വെച്ചുകെട്ടി പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ദാനിയേൽ അധ്യക്ഷത വഹിച്ചു. കംഫർട്ട് സ്റ്റേഷന്റെ ശോച്യാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്ന് എൽദോസ് ദാനിയേൽ പറഞ്ഞു. ഈ ശൗചാലയത്തിന്റെ പ്രവർത്തനം വളരെ മോശമായ അവസ്ഥയിലായിട്ട്, വളരെ വൃത്തിഹീനമായ നിലയിലായിട്ട് 5-6 മാസമായി നിരന്തരമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും ഈ CPM നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ ഭരണസമിതി വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ സൈഡിലുള്ള ഈ കാനകളൊക്കെ പൊട്ടിയിട്ട് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ മഴ പെയ്യുമ്പോൾ റോട്ടിലേക്ക് തുറസായി ഒഴുകുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. മാത്രവുമല്ല, 1-2 മാസം മുൻപ് നമ്മളെയൊക്കെ ഏറെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ച ഒരു കാഴ്ച, പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ച ഒരു കാഴ്ച, ഇവിടെ വന്ന ഒരു യാത്രക്കാരി, ഒരമ്മ, അവര് ഇവിടെ സ്ഥാപിച്ചിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന ആ ഷീറ്റ് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി വരികയും അത് പൂട്ടി കിടന്നിരുന്ന അവസ്ഥയിൽ ഇവിടെ വെളിമ്പ്രദേശത്ത് വെളിക്കിരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ പേരിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ അത് ഭിത്തി കെട്ടി അടച്ചു കളയുന്ന ഒരു ധാർഷ്ട്യമാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന CPM ഭരണസമിതി കാണിച്ചിട്ടുള്ളത്. ഈ പൂട്ടിപ്പോയ ഷീറ്റ് ടോയ്ലറ്റ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും, അതുപോലെ തന്നെ പ്രവർത്തനം നിലച്ച നിലയിലുള്ള വൃത്തിഹീനമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കംഫർട്ട് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുന്നതിനും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ റോഡിലേക്ക് ഒഴുകുന്ന സാഹചര്യം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ തിരക്കിട്ടൊരു ക്ലീനിങ് നടക്കുന്നത്. അത് ഒരു കാരണവശാലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അനൂപ് ഇട്ടൻ, റമീസ് KA തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. An inspiring journey into the future.